ജീനയാണെന്നുണ്ടെങ്കിൽ ഒരു ബിക്കിനിയൊക്കെ ഇട്ടിട്ട് ആ ഒരു ബീച്ചിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ടിട്ട് കിം അവളോട് ചോദിക്കാണ്, ഇത് എന്തോന്നടി പോയി തുണി എടുത്തിട്ട് വാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അവള് പറയാണ്, നോക്ക് ഈ ഒരു ബീച്ചിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ നടക്കുന്നത്, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കിമ്മ് പറയാണ്, മറ്റുള്ളവർ തുണി എടുക്കാതെ നടന്നിട്ടുണ്ടെങ്കിൽ നീ അതുപോലെ തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ജീനയാണെന്നുണ്ടെങ്കിൽ ഞാൻ തുണി എടുക്കാതെ നടക്കാന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. കിമ്മാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ അവൾ അങ്ങനെ ചെയ്യോ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ലേലം അവിടെ തുടങ്ങിയിട്ടുണ്ട്. ജാക്കിയും ജാക്കിയുടെ ഫ്രണ്ടും അവിടെയുണ്ട്. അതുപോലെ തന്നെ റാൻഡലും ടീമും കൂടിയിട്ട് ഈ ഒരു ഡയമണ്ട് വാങ്ങാനായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അവര് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് വേറൊരു ടീമും കൂടി വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് അവന്തികയാണ്. ഗോൾഡ് കൊണ്ടുള്ള ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് അവൾ അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ 100 മില്യൺ 110 മില്യൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലേലത്തിന്റെ തുക ഇങ്ങനെ കേറി കേറി പോവാണ്. ജോൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ലൈവായിട്ട് തന്നെ കാണുന്നുണ്ട്. ലേലത്തുക ഇങ്ങനെ കൂടിക്കൂടി വരുന്ന കണ്ടിട്ട് അവന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവനിപ്പോ ആ ഒരു പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരോടും പറയാണ്, ഇന്നത്തെ പാർട്ടി എന്റെ വകയാണ് മക്കളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ കിമ്മും ജീനയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഇപ്പൊ ജീനയാണെന്നുണ്ടെങ്കിൽ അവനോട് ചൂടാവാണ്, നീ എന്തിനാണ് ആ ഒരു ഡയമണ്ട് അടിച്ചു മാറ്റിയിട്ട് വന്നത്? ആ ഡയമണ്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജാക്കിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഡയമണ്ട് എടുത്തു തരാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ജോൺ പറയാണ്, ഞാനും എന്റെ അച്ഛനും കൂട്ടിയിട്ട് ആ ഒരു നിധിന്റെ പുറകെ ഒരുപാട് കാലം നടന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു ഡയമണ്ട് എങ്കിലും എടുക്കാനുള്ള അവകാശമില്ലേ, അതുകൊണ്ടാണ് ആ ഒരു ഡയമണ്ട് ഞാൻ അവിടുന്ന് എടുത്തത്.